ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മെയ് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. അഭിമാനശീലരായിട്ടുള്ള ആയില്യം നക്ഷത്രക്കാരിലാണെങ്കിൽ തൻ്റെ മനസ്സിന് ഇഷ്ടപ്പെടുന്നവരോട് നല്ലതുപോലെ സംസാരിക്കുന്നവരാണ്. താൻ പറയുന്നത് കേൾക്കുന്നവരോടൊക്കെ ഒരു പ്രത്യേകപരമായിട്ടുള്ള സ്നേഹവും വാത്സല്യവും കാണിക്കുന്നവരാണ്. പ്രത്യേകിച്ച് അവരുടേതായിട്ടുള്ള എന്ത് ആവശ്യങ്ങൾക്കും അവരുടെ കൂടെ നിന്നുകൊണ്ട് തന്നെ സഹായിക്കുന്നവരാണ് ഈ ആയില്യം നക്ഷത്രക്കാർ. എന്നാലോ ക്ഷമാശീലം വളരെ കുറഞ്ഞവരായതുകൊണ്ട് പെട്ടെന്ന് ദേഷ്യം പ്രകടിപ്പിക്കുന്നതായിട്ടുള്ള ഒരു സ്വഭാവവും ഈ നക്ഷത്രക്കാരിൽ കാണാറുണ്ട്. കർക്കിടകം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള ഈ ആയില്യം നക്ഷത്രക്കാരിലാണെങ്കിൽ ഈ മെയ് മാസത്തിൽ ജന്മരാശിയിലാണെങ്കിൽ നീചബലത്തോടു കൂടിയിട്ട് ചൊവ്വ നിന്നുകൊണ്ട് അഷ്ടമഭാവത്തേക്ക് ഈ ചൊവ്വയുടെ ദൃഷ്ടി വരുന്നത് കൊണ്ടും മെയ് മാസം 15-ാം തീയതിക്ക് ശേഷമാണെങ്കിൽ സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം ദുരിതസ്ഥാനമായിട്ടുള്ള 12-ാം ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടും രാഹു ആണെങ്കിൽ അഷ്ടമഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും യാത്രകളിലും എല്ലാം കൂടുതലും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. ചില സമയങ്ങളിലാണെങ്കിൽ മനസ്സിന് ക്ഷീണാവസ്ഥ തോന്നുമെങ്കിലും സ്വന്തമായിട്ട് ചെയ്തു തീർക്കേണ്ടിയിരുന്നതായ പല കാര്യങ്ങളിലും അലസതകളും മുടക്കവും വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ്. ഈ ഒരു സമയങ്ങളിൽ തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ടും ദീർഘവീക്ഷണത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകുന്ന പക്ഷം വിജയസാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം വിജയസാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ്. കുടുംബത്തിലായാലും ധനപരമായിട്ടായാലും നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. എന്നാലോ സാമ്പത്തിക സ്ഥിതിയിൽ ഈ സമയങ്ങളിൽ ചാഞ്ചാട്ടം വരാതെ നോക്കുന്നത് നല്ലതാണ്. ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്തോഷവും അഭിവൃദ്ധിയും കാണുന്നുണ്ടെങ്കിലും മെയ് മാസം 18-ാം തീയതിക്ക് ശേഷം കേതു 2-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് കുടുംബത്തിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും ചില സമയങ്ങളിലുണ്ടാകുന്നതായ മാനസികമായ ടെൻഷൻ, പരസ്പരം അഭിപ്രായ ഭിന്നതകളോ വിഷമാവസ്ഥകളോ വരാതെ നോക്കണം. അതുകൊണ്ട് ആയില്യം നക്ഷത്രക്കാർ ഈ സമയത്ത് ദേവീക്ഷേത്രത്തിലെ ത്രിപുരസുന്ദരി മന്ത്രം കൊണ്ട് അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്.